Okay, this is our third video. Next portion we have to discuss in the syllabus is the standard input signals. അടുത്ത portion എന്ന് പറയുന്നത് standard input signals ആണ്. So എന്താണ് ഒരു signal? Okay, a signal is a function of independent variable that carries some information. ഒരു ഫങ്ഷൻ ആണ്. എന്തിൻ്റെ ഫങ്ഷൻ? എന്തെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അത് ടൈം ആകാം, അതായത് ടൈമിനനുസരിച്ച് മാറുന്ന എന്തോ ഒരു ഫങ്ഷൻ, അല്ല സ്പേസിനനുസരിച്ച് മാറുന്ന എന്തെങ്കിലും ഫങ്ഷൻ. സോ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനനുസരിച്ച് മാറുന്ന ഒരു ഫങ്ഷനാണ്. ആ ഒരു ഫങ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്, ഇറ്റ് ക്യാരി സം ഇൻഫർമേഷൻ. ഓക്കെ, സോ എ സിഗ്നൽ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് ക്യാരി സം ഇൻഫർമേഷൻ. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ വേൾഡിൽ നേച്ചറിലുള്ള സിഗ്നൽസ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സിഗ്നൽസ് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആകാം, വോയിസ് സിഗ്നൽസ് ആകാം, ഓക്കെ, നമുക്ക് ഡാറ്റ സിഗ്നൽസ് ആകാം. ഇതെന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്, ഒരു പ്രെഡിക്റ്റീവ് അല്ല. നേച്ചറിലുള്ള പ്രാക്ടിക്കലി ഉള്ള എല്ലാ സിഗ്നലും ഒരു കോംപ്ലക്സ് സിഗ്നലാണ്. ഇപ്പം നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കി, ഒരു ഡിവൈസ് ഉണ്ടാക്കി, ആ ഡിവൈസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനലൈസ് ചെയ്യാനായിട്ട് നമുക്കറിയാത്ത ഒരു സിഗ്നൽ കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു റേഡിയോ നമ്മൾ സ്വന്തമായിട്ടൊരു റേഡിയോ ഉണ്ടാക്കി, എന്നിട്ട് നമുക്കറിയാത്ത ഒരു വോയിസ് സിഗ്നൽ കൊടുക്കുകയാണ്. തിരിച്ച് നമുക്ക് കുറേ നോയ്സ് കിട്ടുന്നു. നമുക്കറിയാത്തൊരു നോയ്സ് സിഗ്നൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, തിരിച്ച് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വേറെന്തോ നോയ്സ് കിട്ടുന്നു. നമുക്കറിയില്ല കൊടുത്തത് ശരിക്കും നമ്മുടെ സിഗ്നൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുത്ത ഇൻപുട്ട് തന്നെയാണോ നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്, അതോ സിസ്റ്റം ജനറേറ്റ് ചെയ്ത നോയ്സ് ആണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യാനായിട്ട് കൊടുത്തിട്ട് ആ പാട്ട് കേൾക്കുമ്പോഴാണ് നമുക്കറിയാതെ മര്യാദയ്ക്ക് വന്നതെന്ന്. അതേസമയം നമ്മൾ ടേപ്പ് റെക്കോർഡറിലൊരു കാസറ്റ് ഇട്ടു, നമുക്കറിയാം അതിൽ വരേണ്ട പാട്ട് വേറെ ഒരെണ്ണമാണ്. നമുക്ക് കിട്ടുന്നത് കുറേ പല ശബ്ദമാണെങ്കിൽ നമുക്കറിയാം എന്തോ എററുണ്ട്, സിസ്റ്റം തെറ്റിയിട്ടുണ്ടെന്ന്. അപ്പം നമുക്ക് നോൺ ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ ആ സിസ്റ്റം ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. നമുക്കറിയാത്തൊരു ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയാൽ ആ ഔട്ട്പുട്ട് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. സോ എപ്പോഴും ഒരു സിസ്റ്റം വർക്കിംഗ് ആണോ അല്ലയോ, സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് എപ്പോഴും എന്തായിരിക്കണം, ഇൻപുട്ട് സിഗ്നൽ നോൺ ആയിരിക്കണം. നമുക്കറിയാവുന്ന ഒരു ഇൻപുട്ട് സിഗ്നൽ നമ്മൾ വേണം കൊടുക്കാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് സിഗ്നൽസ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് സിഗ്നൽസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് 4 സ്റ്റാൻഡേർഡ് സിഗ്നൽസ്, 5 സ്റ്റാൻഡേർഡ് സിഗ്നൽസ് നമ്മൾ ജനറലി പറയും. അതെന്ന് പറഞ്ഞാൽ 1 ഇമ്പൾസ് ഫങ്ഷൻ, 2 സ്റ്റെപ്പ് ഫങ്ഷൻ, 3 റാമ്പ് ഫങ്ഷൻ, 4 സൈനസോയിഡൽ ഫങ്ഷൻ, 5 എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ. ഓക്കെ, അതിൽ 5ാമത്തെ നമ്മളിപ്പോൾ ഒഴിവാക്കുകയാണ് തൽക്കാലത്തേക്ക്. നമുക്ക് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ ഇവിടെ ആവശ്യമില്ല. നമുക്ക് പക്ഷേ സിഗ്നൽ പ്രോസസ്സിങ്ങിലാണ് അത് ആവശ്യമുള്ളത്, ഇവിടെ നമുക്കത് ആവശ്യമില്ല. സോ നമ്മൾ മെയിൻ ആയിട്ടുള്ള 4 നോക്കുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ഇമ്പൾസ് ഫങ്ഷൻ, സ്റ്റെപ്പ് ഫങ്ഷൻ, റാമ്പ് ഫങ്ഷൻ, സൈനസോയിഡൽ ഫങ്ഷൻ. ഈ 4 ഫങ്ഷനെ കുറിച്ചാണ്, ഈ 4 സിഗ്നൽസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്ക് ഇമ്പൾസ് സിഗ്നൽ എന്താണെന്ന് നോക്കാം. ഇമ്പൾസ് ഫങ്ഷൻ. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷനിലേക്ക് മാത്രം വരുന്നൊരു ഇതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, ഒരു ചെറിയൊരു സമയത്തേക്ക് മാത്രം കിട്ടുന്ന ഒരു ഇമ്പൾസ് കിട്ടിയെന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഒരു സ്മോൾ പീരീഡ് ഓഫ് ടൈമിലേക്ക് മാത്രമുള്ളൊരു ഫങ്ഷൻ, അതാണ് ഇമ്പൾസ് ഫങ്ഷൻ. അപ്പോൾ നമുക്കിവിടെ ഫിഗറിൽ കാണാം -τ/2 to +τ/2, -τ/2 to +τ/2 എന്ന ഒരു ടൈമിന് വേണ്ടി മാത്രം ഉള്ള ഒരു ഫങ്ഷൻ. ഓക്കെ, സോ അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയാം, ആ സമയത്ത് ആ ഒരു ഇമ്പൾസ് ഫങ്ഷൻ യൂണിറ്റ് ഇമ്പൾസ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഈ -τ/2 തൊട്ട് +τ/2 വരെ ഈ ഫങ്ഷൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതിന് മുമ്പും അതിന് ശേഷവും ഈ ഫങ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതാണ് യൂണിറ്റ് ഇമ്പൾസ് ഫങ്ഷൻ. സോ അതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഡെൽറ്റ ഓഫ് ടി എന്നാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡെൽറ്റ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 എപ്പോൾ? ഇൻ ദ റേഞ്ച് -τ/2 t τ/2. -τ/2നും +τ/2നും ഇടയ്ക്കുള്ള സമയത്ത് ഡെൽറ്റ ഓഫ് ടി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇനിയോ ഡെൽറ്റ ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി not equal to
മൈനസ് ടോ ബൈ ടു ടു പ്ലസ് ടോ ബൈ ടു. ഓക്കെ, 0 ആ ഒരു സമയത്ത്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടിയുള്ളത്, ഈ മൈനസ് ടോ ബൈ ടു ടു പ്ലസ് ടോ ബൈ ടു എന്ന് പറയുന്നത് വളരെ മിനിമം ടൈമാണ്. വളരെ മിനിമം ടൈം എന്ന് വെച്ചാൽ നമുക്കതിനെങ്ങനെ പറയാം? ഡെൽറ്റ ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ടി ഈക്വൽ ടു 0. 0 എന്ന ആ ഒരു പോയിന്റിൽ മാത്രം നമുക്ക് വാല്യൂ ഉണ്ട്. ഈ മൈനസ് ടോ ബൈ ടു ടു പ്ലസ് ടോ ബൈ ടു എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടൈമാണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആ 0 എന്ന ആ ഒരു പോയിന്റ് എന്ന് പറയാം. അപ്പോൾ 0 എന്നൊരു ടൈമിൽ മാത്രം ഇതിന് ഹൈ വാല്യൂ, അല്ലെങ്കിൽ 1 എന്ന സെക്കൻഡിൽ മാത്രം 1 എന്ന സെക്കൻഡിൽ മാത്രം ഇതിന് വാല്യൂ 1, ബാക്കി എല്ലാ സമയത്തും 0. അതാണ് യൂണിക് ഇമ്പൾസ് ഫംഗ്ഷൻ. അപ്പോൾ ഡെൽറ്റ ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു 0, ഡെൽറ്റ ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ടി ഈക്വൽ ടു 0. ഇതാണ് ഇമ്പൾസ് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ടി ഈക്വൽ ടു 1ലാണ് ഇമ്പൾസ് എങ്കിലോ അതിനെ നമ്മൾ ഡിലേയ്ഡ് ഇമ്പൾസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ടി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ്, എത്ര സെക്കൻഡ്സ് ഡിലേയ്ഡ് ആണോ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി 0, ടി 0 തന്നെ എത്ര ഡിലേ ചെയ്തിട്ടുണ്ട്, ടി മൈനസ് ടി 0 ഈക്വൽ ടു 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു ടി 0. ഇതാണ് ഡിലേയ്ഡ് ഇമ്പൾസിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇത്രയേ ഉള്ളൂ. ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം അതിന് ഹൈ വാല്യൂ, ആ ഹൈ വാല്യൂ അതെന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ 1 ആണെങ്കിൽ അതിന് യൂണിക് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം എന്ന് നമ്മൾ പറഞ്ഞത് വളരെ ചെറിയൊരു ടൈമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കതിനൊരു പെർട്ടിക്കുലർ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ മാറ്റി എഴുതാം. അപ്പോൾ ടി ഈക്വൽ ടു 0 സെക്കൻഡിൽ 1 ആകുന്നതാണ് യൂണിക് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ. അതായത് ഡെൽറ്റ ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ടി ഈക്വൽ ടു 0, ഡെൽറ്റ ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു 0. ഇതാണ് സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇത് ഡിലേഡ് ഇമ്പൾസ്. അപ്പോൾ ടി ഈക്വൽ ടു 5 സെക്കൻഡ്സിലാണ് നമുക്ക് ഇമ്പൾസ് വരുന്നത് എങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഡെൽറ്റ ഓഫ് ടി മൈനസ് 5 ഈക്വൽ ടു 1 ഫോർ ടി ഈക്വൽ ടു 5 എന്ന് എഴുതും. ഓക്കെ, ടി മൈനസ് ടി 0 എത്ര സെക്കൻഡാണോ ഡിലേ വരുന്നത് ആ ടി 0 അവിടെ നമ്മൾ എഴുതും. ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി 0 ഈക്വൽ ടു 1 ഫോർ ടി 0, ടി ഈക്വൽ ടു ടി 0, ടി ഈക്വൽ ടു ഏതാണോ ആ ഫംഗ്ഷൻ അവിടെ മാത്രം അത് 1 ആണ്. ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി 0 ഈക്വൽ ടു 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു ടി 0, ടി 0 അല്ലാത്ത ബാക്കി എല്ലാ സ്ഥലത്തും അതിൻ്റെ വാല്യൂ 0 ആണ്. ഇതാണ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. സ്റ്റെപ്പ് ഫംഗ്ഷൻ അതായത് സ്റ്റെപ്പിൻ്റെ പോലെ ഇരിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ സെക്കൻഡിന് ശേഷം ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം അതിൻ്റെ വാല്യൂ ഹൈ ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ് 0 സെക്കൻഡിന് ശേഷം 0 ടൈമിന് ശേഷം അതിൻ്റെ വാല്യൂ ഹൈ ആണ്, 0യ്ക്ക് മുമ്പ് 0 ആണ്, അതിൻ്റെ വാല്യൂ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിനോഷൻ എന്ന് പറയുന്നത് യു ഓഫ് ടി ആണ്. യു ഓഫ് ടി എപ്പോഴാണ് 1 ആവുക? ഫോർ ടി ഗ്രേറ്റർ ദാൻ ടൈം ഗ്രേറ്റർ ദാൻ 0. 0യ്ക്ക് കൂടുതലുള്ള എല്ലാ സമയത്തും യു ഓഫ് ടി 1 ആയിരിക്കും. യു ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടൈം ലെസ് ദാൻ 0, ടി ലെസ് ദാൻ 0യിൽ യു ഓഫ് ടി 0 ആയിരിക്കും. ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. കാരണം വാല്യൂ 1 ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അതിന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. വീണ്ടും ഡിലേ വന്നു കഴിഞ്ഞ് ഇപ്പോൾ ഈ 5 സെക്കൻഡ്സിന് ശേഷമാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഹൈ ആകുന്നുള്ളൂ. 5 സെക്കൻഡ്സിന് മുമ്പൊക്കെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ അവിടെ ഇങ്ങനെ എഴുതും യു ഓഫ് ടി മൈനസ് 5 ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ 5 എന്നെഴുതും. അപ്പോൾ അതിന് സ്റ്റാൻഡേർഡായിട്ട് എഴുതുമ്പോൾ ടി 0 സെക്കൻഡ്സാണ് ഡിലേ വരുന്നതെങ്കിൽ യു ഓഫ് ടി മൈനസ് ടി 0 ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ടി 0, യു ഓഫ് ടി മൈനസ് ടി 0 ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി 0. ഇതാണ് ഷിഫ്റ്റഡ് അല്ലെങ്കിൽ ഡിലേയുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ. ഗ്രാഫിൽ എങ്ങനെ വരയ്ക്കുന്നതെന്നും കൂടി നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ എഴുതേണ്ടത് ഈ എക്സ്പ്രഷനാണ്. നമ്മൾ ഡെൽറ്റ ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ആ ഒരു എക്സ്പ്രഷനും ആ ഗ്രാഫും ആണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമേ നോക്കുള്ളൂ വാല്യൂ ചെയ്യുമ്പോൾ. ബാക്കി നിങ്ങൾ എഴുതുന്ന കഥകളൊന്നും വായിക്കില്ല. ജസ്റ്റ് ദി എക്സ്പ്രഷൻ ആൻഡ് ദി ഗ്രാഫ് ഇത് മാത്രമാണ് നോക്കുള്ളൂ. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് റാമ്പ് ഫംഗ്ഷനാണ്. റാമ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റാമ്പ് നമുക്കറിയാം. നമ്മൾ ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ വലിയ മീൻസ് ഫ്ലാറ്റ്സിലൊക്കെ പോവുകയാണെങ്കിൽ സ്റ്റെപ്സ് ഉണ്ടാകും. ഇനി സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെരിഞ്ഞൊരു ഏരിയ ഉണ്ടാവും, കയറിപ്പോകാൻ എളുപ്പം ഒരു സ്ലോപ്പുള്ളൊരു ഏരിയ.
സ്റ്റെപ്പ് കയറാനായിട്ട് എടുത്ത് വെക്കേണ്ട ഒരു ചെരിഞ്ഞ ഏരിയ. ആ ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാമ്പ്. അതുപോലത്തെ ഒരു ഫംഗ്ഷനാണ് റാമ്പ് ഫംഗ്ഷൻ, ഒരു ചെരിഞ്ഞ ലൈൻ. ഓക്കെ, അതിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്: ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ t<0. സ്റ്റാൻഡേർഡ് ആണ്. t<0യിലേക്ക് ആർ ഓഫ് ടി എന്ന് വാല്യൂ 0 ആണ്. ടി ടൈമിൽ, അതായത് ഓരോ പെർട്ടിക്കുലർ ടൈമിൽ ആ ടിയുടെ വാല്യൂ ആണ് അവിടെ വരുന്നത്. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഫോർ t>0. 0യ്ക്ക് ശേഷമുള്ള ഓരോ ടൈം ഇൻസ്റ്റൻറ്റിൽ, ഇപ്പോൾ 1 ആണെങ്കിൽ ആർ ഓഫ് ടിയുടെ വാല്യൂ 1, 2 ആണ്. t ഈക്വൽ ടു 2 സെക്കൻഡ് ആണെങ്കിൽ ആർ ഓഫ് ടിയുടെ വാല്യൂ 2 ആണ്. ആർ ഓഫ് ടിയുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ 2 ആണ്. t ഈക്വൽ ടു 3 സെക്കൻഡ്സ് ആണെങ്കിൽ ആർ ഓഫ് ടിയുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ 3 ആണ്. സോ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഫോർ t>0 സോ ദർ ഇസ് എൻ ലീനിയർ ഇൻക്രീസ് വിത്ത് ടൈം. ഈ ഫംഗ്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഹാസ് എ ലീനിയർ ഇൻക്രീസ് വിത്ത് ടൈം. ലീനിയർ ലൈൻ ആണത്. ഓക്കെ, റെപ്രസെൻറ്റേഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്റ്റെപ്പ് ഫംഗ്ഷനും ഇമ്പൾസ് ഫംഗ്ഷനും റാമ്പ് ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ. അതായത് ഇമ്പൾസ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് സ്റ്റെപ്പ് കിട്ടും, സ്റ്റെപ്പ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് റാമ്പ് കിട്ടും. ഇതാണ് മാത്തമാറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റെപ്പ്, ഇമ്പൾസ് ആൻഡ് റാമ്പ്. ഇമ്പൾസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സ്റ്റെപ്പ്, സ്റ്റെപ്പിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ റാമ്പ്. ഓക്കെ, നേരെ തിരിച്ചു പറയാം. റാമ്പിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സ്റ്റെപ്പ്, സ്റ്റെപ്പിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇമ്പൾസ്. ഓക്കെ, ഇമ്പൾസ്, അപ്പോൾ അതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ. സോ യു ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡെൽറ്റ ഓഫ് ടി ആണ്. യു ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡെൽറ്റ ഓഫ് ടി ആണ്. ഓക്കെ, ദെൻ ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ യു ഓഫ് ടി ആണ്. ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ യു ഓഫ് ടി ആണ്. ഇതാണ് mathematical relation between impulse function, step function and ramp function. Okay, now